ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് വരികയും ഇൻഡെക്സ് 2% ഇടിഞ്ഞ് 25,266 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നിഫ്റ്റി, ഓട്ടോ, ഫിനാൻഷ്യൽ സർവീസ്, റിയാലിറ്റി, പ്രൈവറ്റ് ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ സ്റ്റോക്കുകൾ 2.5 മുതൽ 4% ഇടിഞ്ഞു. നിഫ്റ്റി ബാങ്ക് 2%, FMCG, IT, PSU ഇൻഡെക്സ് 1.5% ഇടിഞ്ഞു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിഫ്റ്റി 50-ലായിരുന്നു സെല്ലിംഗ് പ്രഷർ കൂടുതൽ. ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തന്നെയാണ്. മിഡിൽ ഈസ്റ്റിൽ ഉയർന്നു വരുന്ന പൊളിറ്റിക്കൽ അൺറസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനെയും വോളറ്റൈലാക്കി നിലനിർത്തി. ഇറാൻ സപ്പോർട്ട് ചെയ്ത ഹിസബുള്ളയുടെ നേതാവായ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു റിട്ടാലിയേറ്റ് ആക്ഷൻ എന്ന നിലയിൽ ഇറാൻ ഇസ്രായേലിന് മുകളിൽ 200ഓളം മിസൈലുകൾ പ്രയോഗിച്ചു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ലെബനന് മുകളിലുള്ള കരയുദ്ധം ശക്തമാക്കിയതും ഗ്ലോബൽ മാർക്കറ്റിനെയും ഏഷ്യ പസഫിക് MSI ഇൻഡെക്സിനെയും വോളറ്റൈലാക്കി. ഏഷ്യ പസഫിക് MSI ഇൻഡെക്സ് 1% ഇടിയുകയും ഹോങ്കോങ് മാർക്കറ്റ് 1.6% ഇടിയുകയും ചെയ്തു. ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് കൂടാതെ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഇടിഞ്ഞതിന് പിന്നിൽ. ഒന്നാമത്തേത് ക്രൂഡിൻ്റെ പ്രൈസിലുണ്ടായിരിക്കുന്ന വർധനവ്. $72 പെർ ബാരലിൽ നിന്നും $75 പെർ ബാരലിലേക്ക് ബ്രന്റ് ക്രൂഡിൻ്റെ വില ഉയർന്നു. ഇറാൻ്റെ ഓയിൽ ഇൻസ്റ്റാളേഷൻസിനെ ഇസ്രായേൽ ആക്രമിച്ചേക്കുമെന്നുള്ളൊരു ഭീതി നിലനിൽക്കുന്നതുകൊണ്ട് ഓയിലിൻ്റെ വില ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ വില $85 പെർ ബാരലിന് മുകളിലേക്ക് എത്തുകയാണെങ്കിൽ മാർക്കറ്റിൽ 15% വരെ കറക്ഷൻ പ്രതീക്ഷിക്കാമെന്ന് അനലിസ്റ്റുകൾ വാർണിംഗ് നൽകുന്നുണ്ട്. മൂന്നാമത്തെ കാരണം സെബി എഫ് മെഷേഴ്സിൽ വരുത്തിയ ചില മാറ്റങ്ങളാണ്. റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ മോറൽ ഡൗൺ ചെയ്യുന്ന രീതിയിൽ സെബി കോൺട്രാക്റ്റ് സൈസ് വർദ്ധിപ്പിക്കുകയും വീക്കിലി എക്സ്പയറിയെ ഒറ്റ ദിവസത്തേക്ക്, അതായത് വിവിധ സെഗ്മെൻറ്റുകളിലെ വീക്കിലി എക്സ്പയറിയെ ഒരു സിംഗിൾ ഡേയിലേക്ക് ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമൂലം മാർക്കറ്റിൽ ട്രേഡിംഗ് വോളിയം കുറയുകയും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റിന് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ചൈന ഫാക്ടർ തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനയുടെ മാർക്കറ്റ് ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വളരെ അട്രാക്റ്റീവ് വാല്യൂഷനിൽ ചൈനീസ് സ്റ്റോക്കുകൾ ലഭിക്കുന്നുണ്ട്. അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് പ്രേരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 15,370 കോടിയുടെ ഇക്വിറ്റീസാണ് ഇന്ത്യൻ മാർക്കറ്റിൽ സെൽ ചെയ്തത്. ഇനി ഈ അവസരത്തിൽ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം എന്ന ഫാക്റ്റ് പരിശോധിക്കാം. റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വെച്ച് പുലർത്തുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് മാർക്കറ്റിൽ ഹൈ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഫാർമ, FMCG പോലുള്ള ഡിഫൻസീവ് സെക്ടറിലെ സ്റ്റോക്കുകൾ പോർട്ട്ഫോളിയോയെ സേഫ് ആക്കിയേക്കാം. അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധ ചീപ്പർ ചൈനീസ് സ്റ്റോക്കുകളിലേക്ക് മാറുന്നതും ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിനെ പ്രഷറൈസ് ആക്കുന്നു. 25,000 എന്ന ലെവലിന് താഴെ മാർക്കറ്റ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ സെൽ ഓൺ റൈസ് എന്ന ട്രെൻഡിലേക്ക് മാർക്കറ്റ് മാറാനുള്ള സാധ്യതയുമുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉയരുന്നതും ക്രൂഡിൻ്റെ വില വർദ്ധിക്കുന്നതും ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. ടെക്നിക്കൽ വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ 25,500 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിരുന്നു. 20-യുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെ സപ്പോർട്ട്. ഈ സപ്പോർട്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നഷ്ടമായി കഴിഞ്ഞു. 26,000 വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 25,200-നടുത്ത് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് 25,100, 24,800 തുടങ്ങിയ ലെവലുകളായിരിക്കും ഇനി നിഫ്റ്റി 50-യുടെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.